ഞാൻ ഒരാളെ കൂടി പരിചയപ്പെടുത്താം. ഈ മുഖം എവിടെയെങ്കിലും കണ്ടതായിട്ട് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ? ഒന്നുകൂടി ഒന്ന് ക്ലോസ് ഫ്രെയിമിൽ വെച്ചാൽ ആ മുഖം കുറച്ചുകൂടി മനസ്സിലാവും. ഇതിന് പുറത്തൊരു കറുത്ത വസ്ത്രം കൂടി വേണമായിരുന്നു, ഒരു വക്കീലിൻ്റെ വേഷം. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ? എന്താത്താൻ കേസ് കൂടി എന്ന സിനിമയില്ലേ, ആ സിനിമയിലെ നമ്മുടെ വക്കീൽ കുഞ്ചാക്കോ ബോബൻ്റെ വക്കീൽ, വിജയിച്ച വക്കീലാണ് നമുക്കൊപ്പം നിൽക്കുന്നത്. നമസ്കാരം ചേട്ടാ. സന്തോഷം. സുഖം. ഇരിക്കും. ഇവിടെ അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെ, ചെറുവത്തൂരാണ്. അല്ലേ? ആ സിനിമയിലേക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഷുക്കൂർ വക്കീലാണെങ്കിലും അങ്ങാണെങ്കിലും ജഡ്ജി ആണെങ്കിലും എല്ലാവരും, കുഞ്ഞികൃഷ്ണ മാഷാണെങ്കിലും എല്ലാവരും എന്തൊരു നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത്. അതെ. സിനിമ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം എന്താണ് നാട്ടുകാരുടെയൊക്കെ ഒരു പൊതുവായിട്ടുള്ളൊരു? സിനിമ കണ്ടിറങ്ങിയ ശേഷം എൻ്റെ മറ്റെല്ലാ അഡ്രസ്സും പോയി. എന്താ താൻ കേസോടായി? എനിക്ക് കുറേ അഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇന്നാളുടെ മകൻ, ഇന്നാളുടെ അനുജൻ, ഇന്ന പാർട്ടിയുടെ ഇന്ന ഭാരവാഹി. ഇപ്പം ആരുമില്ല. സ്വന്തം ബന്ധുവിൻ്റെ വീട്ടിൽ മരിച്ചാൽ പോയാൽ പോയി ഇയാൾ അറിയില്ലേ, ഇയാൾ മറ്റേ കുഞ്ചാക്കോൻ്റെ മറ്റേ മരിച്ചാളരിൽ ബന്ധമൊന്നുമില്ല. അങ്ങനെയായി മാറിപ്പോയി. പക്ഷെ അതുകൊണ്ട് വേറൊരു കാര്യമുണ്ട്, ഒരു നാടകത്തിലൊക്കെ നേരത്തെ ചെയ്തിട്ടൊന്നുമില്ല. ആദ്യത്തെ അഭിനയം, ആദ്യ അഭിനയമാണ് അല്ലേ? പ്രേക്ഷകർ ഓർമ്മിക്കുന്നില്ലേ ആ സീനുകളെല്ലാം? അതിലിപ്പോഴും സീനുകളും ഡയലോഗൊക്കെ ചിലത് കാണാൻ പാടമായിരിക്കില്ലേ അല്ലേ? ഒരു വലിയ ഡയലോഗ് പറയണം. ഒരു ഡയലോഗ് പറയാം, ആ സിനിമയിലെ ഒരു ഡയലോഗ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവില്ല. എന്നാത്താൻ കേസ് കൂടെ എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകൻ ഷുക്കൂർ വക്കീലിനെ വെള്ളം കൂടി മുട്ടിക്കുന്ന കക്ഷിയുണ്ടല്ലോ, അതാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് ആ ഡയലോഗ് നമുക്കൊന്ന് കേട്ട് വരാം. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. സ്വന്തം ബന്ധുവീട്ടിൽ പോയാൽ പോലും ആൾക്കാർ പറയുന്നത് ബോബൻ്റെ വക്കീലാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. രാജീവ, കോടതി കൊടുക്കുന്ന ഹർജിയിൽ ചന്തിയൊന്നും എഴുതിക്കൂടാ. ഇനി മുതൽ നിന്റെ കുണ്ടി പൃഷ്ഠം എന്നറിയപ്പെടും. ഇതാണ് ആ സിനിമയുടെ ഡയലോഗ്. സൂപ്പറായിരുന്നു. ഇത് എന്തൊരു കയ്യടിയായിരുന്നു അല്ലേ?